അപ്പൊ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ ആനി എവിടെ പോയി ആനി കോളേജിൽ നിന്ന് ഫീൽഡ് വിസിറ്റിന് പോയി. അല്ലാതെ ഗൈസ് വേറെ പഠിക്കാനൊന്നും അല്ല പോയത്. ആനി ഇന്ന് വരുമ്പോ ആനി നമ്മൾ എടുക്കാൻ പോകുന്നു ഫുൾ സെറ്റ്. ഇന്ന് രാവിലെ 9:30 ആനി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞു. ആനി 8 മണിക്ക് എത്തി. ആനി അവിടെ എത്തിയിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു, നമുക്ക് പോവാം. ഇന്ന് എനിക്ക് എക്സാം ആണ്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അതുകൊണ്ട് ഞാൻ സാർ വണ്ടി ഉറക്കോ സാർ? ഡേറ്റിനാ പോകുന്നത്. ഒരു വെള്ള ഷർട്ടിട്ട ഡേറ്റ്. കം ഓൺ. അപ്പൊ ഗൈസ് നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തി. ഞാൻ 9 മണിക്കാണ് എത്തുന്നത്, പക്ഷെ 9 മണിക്ക് നമ്മളിവിടെ എത്തിയപ്പോ ആനോട് എത്തിയിട്ടില്ല. സൽമാൻ ഖാനെ കാണിക്കാതെ തിരിച്ച് സൽമാൻ ഖാൻ ബരീഷ ഉണ്ട്. ബരീഷ അനന്തച്ചാൻ ബെറ്റ് തോറ്റിരിക്കുന്നു. അനന്തച്ചാൻ പറഞ്ഞു ഈ വണ്ടിയിൽ ആനി വരൂലെന്ന്. ഞാൻ പറഞ്ഞു വന്ന 5 ഐസ്ക്രീം. മാറാ അങ്ങോട്ട്. അതെ അതെ, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പൊക്കെ? അടിപൊളിയായിരുന്നു, പക്ഷെ ചത്ത്. പോവാം. ബൈ ബൈ. എന്നെ പിരിഞ്ഞു പോകുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ കോളേജിൽ പോകാനുള്ളതാണ്. 50 രൂപയ്ക്ക് അഭിനയിച്ചു തന്നു. അഭിനയമല്ല, അവിടെ കിടന്നു അഭിനയമാണല്ലോ അവിടെ. എത്തിയപ്പോ തന്നെ എനിക്ക് നല്ല വിശക്കുന്നു, എനിക്ക് ഫുഡ് വേണം. ആനി വന്നു പറഞ്ഞ ഫുഡ് പോയപ്പോ ആരോ കരുതിന്ന് കേട്ട്. ഓട്ടോമാറ്റിക്കലി വെള്ളം കണ്ണ് വേർത്തതാണ്. കണ്ണ് വേർത്ത ലൈറ്റായിട്ട് അങ്കിൾമാരെ ഒറ്റക്കൊക്കെ നടത്ത്. അമ്മാവനല്ലേ കഴിക്കാൻ വന്ന് നല്ല പൊറോട്ട, നല്ല അപ്പം, നല്ല ബീഫ് സ്റ്റൂ കറി, ചിക്കൻ കറി. മിസ് ചെയ്തു. അവിടെ ഇത് വെജ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നോൺ വെജ് കഴിക്കാം. പക്ഷെ രാത്രി ഫുള്ള് പിസ്സ ബർഗർ ഒക്കെ ഓർഡർ ചെയ്തത്. എന്നാലും അവിടെ നോൺ വെജ്. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം മിസ് ചെയ്തു. കയ്യിലുണ്ടായിരുന്ന കെട്ടവിടെ. അപ്പൊ ആനിയും എത്തി, ഞങ്ങൾ എല്ലാരും എത്തി. പക്ഷെ ഡാനിയച്ച മാത്രമില്ല. സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് കൊടുക്കാന്ന്. ആ പൈലറ്റ് കൊള്ളത്തില്ല, ഫ്ലൈറ്റ് കൊള്ളത്തില്ല. ഒരുപാട് സമയം എടുത്തില്ലേ? ഏത് ഫ്ലൈറ്റാണ് ബുക്ക് ചെയ്തത്? എനിക്ക് ഒന്നാമത് ആ പൈലറ്റിന് വണ്ടി നേരെ ഇറക്കാറിഞ്ഞൂടാ, ഊരാനാടൂല്ലേ, അതുപോലെയൊക്കെ പോയിരിക്കും. അവരെല്ലാരും ഞാൻ എവിടെയൊക്കെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കും. അവരെവിടെയൊക്കെ പോയി വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞേ ഇനി ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ ആനയുടെ ചെറിയൊരു ആഗ്രഹം സാധിച്ചു കൊടുക്കും. ആന ഇതുവരെ സൂയിൽ പോയിട്ടില്ല, സൂയിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ കുറെ ദിവസമായില്ലോ നമ്മൾ ഒന്ന് സംസാരിച്ചിട്ട്. അതെ, നമ്മൾ ഒന്ന് ഇരുന്ന് നമ്മളെല്ലാരും പറ്റി എല്ലാരും പറയണം. അത് തന്നെ, ഇന്ന് എല്ലാരും പറ്റി എല്ലാരും പറയണം. ഫുൾ ടൈം ഇവിടെ ആനിയെ സൂ ഒന്ന് കാണിച്ചിട്ട് വരാം. മ്യൂസിയം സൂ എങ്ങനെയുണ്ട്? ഗൊറീലേനെ കണ്ട് എപ്പോഴും കളയല്ലേ എന്നെ വരെ വന്നിട്ടില്ല ഇവിടെ. ഇതൊക്കെ നിങ്ങൾ ട്രിവാൻഡ്രായിട്ട് ഇതൊക്കെ കാണില്ല. ഇവിടെ വന്നിട്ടില്ല. ഇനി ചിമ്പാൻസി ഉണ്ട്, കാണോ? അഭിനൊരു ഫണ്ടടിക്കാൻ പോണം. ശരിക്കും ആനന്ദ സിംഗത്തിനെ കാണുമ്പോ ആനന്ദ ചുംബനത്തിന് കൊടുക്കും. ചിരിക്കാനുള്ള 1% ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്തിരി ശ്രമിക്കുമായിരുന്നു. അച്ഛനെ പോലത്തെ ഒരാള് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞ കണക്ക് നമ്മൾ ഏരിസിലെത്തി. ഇവിടെ എന്തിനാ വരാൻ പറഞ്ഞവൻ? അപ്പൊ നോക്കിട്ട് വരാമോ? അപ്പൊ ഇന്ന് എന്റെ വക ഒരു 4 ഇയേഴ്സിന് ഒരു ചെറിയ ഗിഫ്റ്റ്. നമ്മൾ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ത് പ്രൈവറ്റ് തിയേറ്റർ, പ്രൈവറ്റ് സ്ക്രീനിങ്, പ്രൈവറ്റ് സിനിമ. ഒരു കാറ്റിലുമായി കലരാതെ. ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കയ്യിന്നിട്ട് കാണിച്ചു. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകും? എന്താ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത്? ഒരു പ്രബുദ്ധ ജനാധിപത്യ രാജ്യത്ത് 70 കോടി ഇത്ര ശക്തമായൊരു വ്യവസ്ഥ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ആശങ്ക. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ.
இந்த வீட்டுல ஒரு பொண்ணு இருக்கு, பார்க்க சினிமா நடிகை மாதிரி இருக்குமா. எங்க அம்மா சொன்னாங்க. நானும் டெலஸ்கோப் எல்லாம் பொண்ணு வீட்டுக்குள்ள பார்த்தேன். அப்ப வந்து பொண்ணு யாரா? ഇത് മൂത്ത പ്രചരണ മകൻ മൂന്നെണ്ണം ഇന്ന് കുടുംബത്തിൽ കൂടുന്നു, അന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടെ ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ ഇടയ്ക്ക് തലവന്ന് കണ്ടു പോകാറുണ്ട്. പിന്നെ മൂത്തൊരുത്തൻ ആണോ എന്ന് ചോദിച്ചാ கதையில முன்னாடி போயிட்டீங்க. ஒவ்வொருத்தங்கிட்டையும் கண்டிப்பா ஏதாவது ஒரு திறமை ஒளிஞ்சு அதை கண்டுபிடிச்சு கடினமா உழைச்சா உலகமே திரும்பி பார்க்கிற அளவுக்கு நம்ம பெரிய ஆளாகலாம். தோத்துட்டான். காயப்பட்ட சிங்கத்தோட மூச்சு பிரச்சனையோட நமக்கான ட்ரெயின் வரணும்னா நாம கொஞ்ச நேரம் பிளாட்ஃபார்ம்ல நின்னுதான் ஆகணும். இந்த உலகம் ஜெயிச்சிருவன் சொன்னா கேட்காது, ஆனா ஜெயிச்சவன் சொன்னா கேட்கும். சந்தோஷமா ஹாப்பியா சிரிச்சுக்கிட்டு இருக்கேன். 4 ஃப்ரெண்ட்ஸ் கூட இருந்தாலும் யாரு வேணா ஹாப்பியா இருக்கலாம் சார். இந்த அன்பை போல வேறேது ഗൈസ് 4 ഇയേഴ്സിന്റെ എന്താ ഹാപ്പിനെസ് ഇരിക്കുന്ന ഒരു ടൈമാണിത്. എനിക്ക് ആക്ച്വലി നാട്ടിൽ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളൊരു എന്താ പറയാ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എവറി ഇയർ ആനിവേഴ്സറി ടൈം നമ്മളെല്ലാവരും വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ എനിക്ക് വരാൻ ആക്ച്വലി എനിക്ക് കുറച്ച് വർക്കുണ്ട്, കുറച്ച് തിരക്കിലാണ്. പക്ഷെ എന്നാലും ഇവന്മാരെന്നെ വിളിച്ചില്ല, അതായത് ഇവന്മാരെന്നെ പുഷ് ചെയ്തില്ല, ഇവന്മാരെന്നെ വിളിച്ചു വിളിച്ച് വന്നില്ല. ഞാൻ ചോദിച്ചു ഷെഡ്യൂളാണ് പീക്ക് ടൈം എന്നൊക്കെ പറഞ്ഞു. എല്ലാരും പ്രോമിസ് അടിച്ചു. ഞാനിപ്പോ ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? നമ്മളൊരു പ്രോമിസ് ഓർമ്മയുണ്ട് സാബൂത്തിരിക്ക് വെച്ചിട്ട്. ആ പ്രോമിസ് ഒന്നുകൂടെ നമ്മൾ വയ്ക്കുന്നു. ഡിജം വരൂ വീഡിയോ കണ്ടപ്പില്ലേ രോമാഞ്ചിഫിക്കേഷൻ നമ്മൾ ഇങ്ങനെ കാണാം. പണ്ടത്തെ സീനിയർ വേണ്ട. പണ്ടത്തെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഞാൻ 2 തവണ രോമാഞ്ചം വന്ന് എന്നിട്ട് അകത്ത് പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് അതിനാണ് ഇത്ര സമയം എടുത്തത്. ഡാൻസിന് എടുത്തിട്ടാണ് ഇത്ര സമയം എടുത്തത്. എന്താണ് ബ്രോ സമയം എത്ര സമയത്തിന് വരണ്ടേ? വീഡിയോയിൽ കറക്റ്റ് ഡാൻസ് കയറി വന്നപ്പോ കറക്റ്റ് ഇതിൽ കയറി വന്ന് മനസ്സിലായില്ലേ? അതിന് വേറെ ഡാൻസ് ഇത് അവിടെ വെച്ചെടുത്ത വീഡിയോ. എല്ലാ കണ്ണ് കണ്ടറിയാം, കണ്ണിന്ന് വെള്ളം വന്നു. എല്ലാ വന്ന് ഇനി നമ്മൾ സെലിബ്രേഷൻ എല്ലാരും വരുമ്പോ സെലിബ്രേഷൻ ആഘോഷിക്കുന്നു. അത് ഇന്നാണ്. ഇന്ന് എല്ലാരും എത്തി. പിന്നെന്താ 5 മില്യൺ. പിന്നെ
രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആരും ഇന്ന് ഉറങ്ങുന്നില്ല. അതെ, ഇന്ന് ആരും ഉറങ്ങുന്നില്ല. വച്ചു ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല. അച്ഛൻ ഉറങ്ങും, ഞങ്ങൾ വീഡിയോ അച്ഛാ ഉറങ്ങും, വീട്ടിൽ കയറാൻ പോണ അപ്പൊ ഞാൻ പോയിട്ട് നാളെ വരും. എല്ലാ സർപ്രൈസ്